MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ തുറന്നു പറച്ചിലുകൾ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. കാരണങ്ങളുണ്ടാക്കി ഹാരിസിനെതിരെ പ്രതികാര നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുന്നു എന്ന ചർച്ചകൾക്കിടെയായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. യൂറോളജി വിഭാഗത്തിൽ നിന്നും ഒരു ഉപകരണം കാണാതായാൽ അതിന്റെ ഉത്തരവാദിത്തം വകുപ്പ് മേധാവിക്കാണ്. അത്തരത്തിൽ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്തും വിധമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ഇതാകെ പൊളിച്ചെടുക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അത് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. MP-യുടെ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ലെന്ന കാര്യം 4 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ വിശ്വനാഥനാണ് അന്വേഷണ ചുമതല. യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അന്വേഷണം നടക്കട്ടെ. ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം ചോദിച്ച് ആരോഗ്യവകുപ്പ് നൽകിയ കത്ത് വെറും ഒരു കത്തായിരുന്നില്ല, ഒരു കുറ്റപത്രമായിരുന്നു. ഡോക്ടർ ശസ്ത്രക്രിയ മുടക്കിയെന്നും ഗുരുതരമായ സർവീസ് ചട്ടലംഘനങ്ങൾ നടത്തിയെന്നും കത്തിൽ വ്യക്തമാക്കിയതാണ്. ഇന്ന് പക്ഷേ മന്ത്രിയുടെ പഴി മാധ്യമങ്ങൾക്ക്. സർക്കാരിനോടും എന്നോടും ചെയ്യുന്ന, ഞങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടൂ, ആ ഡോക്ടറെ വെറുതെ വിടൂ. അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലുകളിലെയും ചട്ടലംഘനത്തിലെയും തുടർ നടപടികൾ വൈകാനാണ് സാധ്യത. പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.